അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഇറച്ചി നേരിയ മുളകറിയാണ്. നേരിയ മുളകറി, കട്ടിയല്ല, നേരിയത്. അതിനുവേണ്ടി ഒരു കുക്കർ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഒരു ഉള്ളിയാണ് കുക്കർ കട്ടിയിലായി. ഉള്ളി നല്ലപോലെ വാടുമ്പോൾ ഉള്ളി നല്ലപോലെ വാടുമ്പോൾ ബാക്കിയുള്ള സാധനമൊക്കെ ഉണ്ടായി. അതറിയാലോ, പറയണ്ടല്ലോ. കറിവേപ്പില ഇട്ടിട്ടല്ലേ, കറിവേപ്പില പച്ചമുളക് അരക്ക് ചിലമ്പർ ഇട്ടൂട. ഇറച്ചി മുളകറി നേരി വെച്ചില്ല. അതിന് കട്ടി കുരുമുളക് ഇവിടെ കാക്ക് നേരി വേണ്ടാലും ചിലമ്പറൊക്കെ ഞാൻ ഇതുവരെ ചില ഇതിലൊക്കെ കൊടുക്കൊന്നും വേണ്ട. അവിടുന്ന് ആകുമ്പോൾ ഇഞ്ചി ആദ്യം ഇട്ട് വെക്കണം. ഇഞ്ചിയാണ് ഇട്ട് വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി പൊടിച്ചാണ് ഇടും. അത് ആദ്യം ഇട്ട് വെക്കണം. നല്ല മണം പോയി ഇഞ്ചി ആദ്യം ഇട്ടാൽ. പിന്നെ 2 തക്കാളി, കുറച്ചൊരു നെല്ലിക്കിന് അത്ര വേണ്ട. അതിന് ചെറുതായിട്ടൊരു പുളി കൂട്ടാവണമെങ്കിൽ ഞാനധികം കൂട്ടില്ല, ചിലവിൽക്ക് വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളും വേണം അങ്ങനെ ചേർത്തിട്ട് അടിപൊളി കറിയാന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, അവർ കൂട്ടുകൾ പറയുന്നുണ്ട്. കറിവേപ്പില പച്ചമുളക് തന്നെ അതും ചേർത്ത്. ഉപ്പ് ചേർത്ത്. നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ. മറ്റേ ഭയങ്കര വിഷമെന്നല്ല പറയും. കല്ലുപ്പ് നല്ലത്. കല്ലുപ്പാണ് ഞാൻ അടിച്ചിട്ടില്ല. അളവിന് പാകം. പിന്നെ വേണ്ട നല്ലോണം പൊരിച്ച ഉള്ളി നല്ല മണമുണ്ടാവും. ഞാൻ ഇന്നലെ ഇറച്ചിച്ചാച്ച് നല്ലോണം പൊരിച്ചിട്ടല്ല ഉള്ളി ഉള്ളി അതുകൊണ്ടല്ല ഇറച്ചിച്ചാറ് ഭയങ്കര പൊരിഞ്ഞെടുക്കണം. ഒന്നും തന്നെ നമ്മളിപ്പോൾ ബിരിയാണി വെക്കുന്നതും പച്ചക്കറി ഉള്ളി നല്ലപോലെ വാടി നല്ല പൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് കൊടുക്കും. ഉള്ളി നല്ലപോലെ പൊരിഞ്ഞ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാൻ പാടില്ല. തക്കാളി ഇട്ടാൽ പിന്നെ ഇതാവില്ല. ഉലുവ എടുത്തിട്ടാൽ ഉലുവ പൊടി ഉണ്ടാവില്ല. വേണ്ട ഉലുവേൻ്റെ അടുത്ത് ഞാൻ കച്ചിന് ഇത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണതാ. കുറച്ച് ഒരു മണത്തിന്. ബീഫിന് ഏറ്റവും നല്ലതാണ് ഉലുവാപ്പൊടി. നല്ല മണം കൊടുക്കും. കുരുമുളക് പൊടി ഇതല്ലേ. അങ്ങനെ ഉലുവാപ്പൊടി ഇട്ട ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മതി. ബീഫിന് കുരുമുളക് ഇല്ലെങ്കിൽ പിണ്ടി പോലെ ഉണ്ടാവും. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുക്കുക. ആ കുരുമുളക് പൊടി തക്കാളി ചേർത്ത ശേഷം നല്ലോണം പാടണമെന്നില്ല. നമ്മൾ ബീഫ് കൂക്കുമ്പോൾ തന്നെ തക്കാളിയെല്ലാം നല്ല ഒരുപോലെ വെന്ത് ഉടഞ്ഞോളൂ. അതുകൊണ്ട് നല്ലോണം ഇതാക്കണമെന്നില്ല. പിന്നെ ബീഫ് ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഇട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
2.5 സ്പൂൺ മുളക് പൊടി, ഇത് നന്നായി ഒന്ന് ഇളക്കുക. ആ എണ്ണയിൽ ആ മുളക് പൊടി ഒന്ന് നല്ല മിക്സ്ഡായിട്ട് വരണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുക്കറിൽ നിന്ന് വെള്ളം വരുമെങ്കിലും കുറച്ച് നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അത്ര ചേർത്ത് കൊടുത്തിന് വേവിക്കാൻ. ഞാൻ എണ്ണ പൊട്ടിക്കുമ്പോൾ ഉള്ളിയെല്ലാം ഇതാക്കുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിന്. കസ്തൂരി മേത്തണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഉലുവ ഇട്ട് പൊട്ടിച്ചിന് കേട്ടാ. അതിന് ശേഷം മുളക് ഒഴിച്ച് ഇതെല്ലാം ഇട്ട് നല്ല നന്നായി ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ട് എല്ലാം കൂടി ഇളക്കിയിട്ട് കുക്കർ 2 വിസിലാക്കുമ്പോൾ ഓഫാക്കുക. അടിപൊളി കറി. എൻ്റെ മസാലയും മല്ലിച്ചപ്പും കറിവേപ്പിലെല്ലാം ഇടല്, മസാലപ്പൊടി. മാഷാ അല്ലാ, നമ്മുടെ മുളക് കറി ഇവിടെ റെഡിയായി. മാഷാ അല്ലാ, അടിപൊളി കറി. ഇതാ എന്തൊരു ടേസ്റ്റ്, എന്തൊരു മണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതാ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.